ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലെ ഈ വർഷത്തെ ഹാഫ് ഇയർലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഉണ്ട്. അതിനുശേഷം ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിക്കുക കേട്ടോ. ആക്ടിവിറ്റി 1 കമ്പൽസറി ആണ്, അത് നിർബന്ധമായിട്ടും എഴുതണം. Attempt any 4 activities from activity 2 to activity 7. അപ്പോൾ ആക്ടിവിറ്റി 2 മുതൽ 7 വരെയുള്ളതിൽ നിങ്ങൾ 4 എണ്ണം അറ്റംപ്റ്റ് ചെയ്താൽ മതി കേട്ടോ. 4 എണ്ണം അറ്റംപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ആക്ടിവിറ്റി 1 എന്താണ്? ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്, എന്നിട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾ കറക്റ്റ് ആൻസർ പിക്ക് ചെയ്ത് എഴുതണം. അപ്പോൾ നമുക്ക് സ്റ്റോറി ഒന്ന് വായിക്കാം അല്ലേ. ദ ഫണ്ണി ക്ലൗൺ, രസകരമായ കോമാളി. ബോബി വാസ് എ ക്ലോൺ ഹൂ ലവ്ഡ് ടു മേക്ക് പീപ്പിൾ ലാഫ്. ബോബി എന്ന് പറഞ്ഞ ആളുകളെ ചിരിപ്പിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു കോമാളിയായിരുന്നു. ഹി വോർ ബിഗ് ബ്ലൂ ഷൂസ്. അവൻ എങ്ങനെയുള്ള ഷൂ ആണ് ധരിക്കുക? വലിയ നീല ഷൂവും പിന്നെയോ എ കളർഫുൾ വിഗ് ആൻഡ് ഹാഡ് എ റൗണ്ട് റെഡ് നോസ് അല്ലേ. പിന്നെ കളർഫുള്ളായിട്ടുള്ള പല വിഗുകൾ ഉപയോഗിക്കും അല്ലേ, തൊപ്പി പോലെ. പിന്നെന്താണ്, മൂക്ക് എങ്ങനെയാണ്? റൗണ്ടായിട്ടുള്ള ചുവന്ന കളറുള്ള മൂക്കാണ് അവൻ്റെ വേഷവിധാനം. എവ്രി ഡേ ഹി വുഡ് ഗോ ടു ദ പാർക്ക് ടു പെർഫോം ട്രിക്സ്. എല്ലാ ദിവസവും അവൻ അവൻ്റെ തന്ത്രങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് പാർക്കിൽ പോകും. ഹി കുഡ് ജഗിൾ 3 ബോൾസ്. ബോൾസ് കൊണ്ട് ഇങ്ങനെ 3-4 ബോൾ വെച്ചിട്ട് രണ്ട് കയ്യിലിട്ട് റൗണ്ട് അടിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ അവനും ചെയ്യും. റൈഡ് എ ടൈനി ബൈക്ക്. പിന്നെ ചിത്രത്തിൽ കാണുന്ന ആ ഒരു ബൈക്ക് പോലുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ഓടിക്കും. ആൻഡ് മേക്ക് ഫണ്ണി ഫേസസ്. മുഖം കൊണ്ടുള്ള പല കോപ്രായങ്ങളും കാണിക്കില്ലേ, തമാശയുള്ള മുഖങ്ങൾ ഉണ്ടാക്കും. ദ ചിൽഡ്രൻ ഇൻ ദ പാർക്ക് ഓൾവേസ് ഗിഗിൾഡ് വെൻ ബോബി ഡിഡ് ഹിസ് സില്ലി ഡാൻസ്. ബോബി മണ്ടൻ നൃത്തം ചെയ്യുമ്പോൾ പാർക്കിലെ കുട്ടികളെല്ലാവരും ചിരിക്കും അല്ലേ. വൺ ഡേ വൈൽ ബോബി വാസ് ജഗ്ലിംഗ് ദ ബോൾസ്. ഒരു ദിവസം ബോബി പന്തുകൾ തട്ടി ഇങ്ങനെ കളിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്തായി? ഹി സ്ലിപ്പ്ഡ് ഓൺ എ ബനാന പീൽ. വാഴപ്പഴത്തിൻ്റെ തൊലിയിൽ തെന്നി വീഴാണ്. ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് അപ്സെറ്റ്. അപ്പോൾ അസ്വസ്ഥനാകുന്നതിന് പകരം ഹി ഗോട്ട് അപ്പ് ആൻഡ് ലാഫ്ഡ്. എന്താണ്? എഴുന്നേറ്റ് നിന്ന് ചിരിച്ചു. അപ്പോൾ എന്തായി? ദ കിഡ്സ് ചിയേർഡ് ആൻഡ് ബോബി കണ്ടിന്യൂഡ് ഹിസ് ട്രിക്സ് ടു മേക്ക് എവ്രി വൺ ലാഫ്. അപ്പോൾ അത് കണ്ട് കുട്ടികളും ആഹ്ലാദിച്ചു. എല്ലാവരെയും ചിരിപ്പിക്കാൻ ബോബി തൻ്റെ തന്ത്രങ്ങൾ തുടർന്നു. അപ്പോൾ ഇത്രയാണ് ഒരു കഥ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിലെന്താണ് ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ബോബി വിയർ ഓൺ ഹിസ് ഫീറ്റ്? ബോബി കാലിൽ എന്താണ് ധരിച്ചിരുന്നത്? ഗ്രീൻ ബൂട്ട്സ്, ബിഗ് റെഡ് ഷൂസ്, യെല്ലോ സ്ലിപ്പേഴ്സ്, ബിഗ് ബ്ലൂ ഷൂസ്. ഏതാണ്? ഓപ്ഷൻ ഡി, ബിഗ് ബ്ലൂ ഷൂസ് ആണ് അല്ലേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ബോബി പെർഫോം ഹിസ് ട്രിക്സ്? ബോബി തൻ്റെ തന്ത്രങ്ങൾ എവിടെയാണ് അവതരിപ്പിച്ചിരുന്നത്? അറ്റ് ദ ഷൂ, അറ്റ് ദ പാർക്ക്, അറ്റ് ദ സർക്കസ്, അറ്റ് സ്കൂൾ. എവിടെയാണ്? ഓപ്ഷൻ ബി, അറ്റ് ദ പാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 3, ബോബി സ്ലിപ്ഡ് ഓൺ ഡാഷ്. എന്തിലാണ് ബോബി തെന്നി വീണത്? എ റോക്ക്, എ ബോൾ, എ ബനാന പീൽ, എ ടൈനി ബൈക്ക്. എന്തിലാണ് ചവിട്ടി വീണത്? ബനാന പീൽ അല്ലേ, പഴത്തൊലിയിലാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ബോബി ഡു വെൻ ഹി ഫെൽ ഡൗൺ? ബോബി താഴെ വീണപ്പോൾ എന്താണ് ചെയ്തത്? ഹി ക്രൈഡ്, ഹി ഗോട്ട് ആംഗ്രി, ഹി ലാഫ്ഡ് ആൻഡ് ഗോട്ട് അപ്പ്, ഹി ഗോട്ട് അപ്സെറ്റ്. എന്താണ്? അവൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റതാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി, ഹി ലാഫ്ഡ് ആൻഡ് ഗോട്ട് അപ്പ്, അതാണ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ വേർഡ് ചിയേഴ്സ് മീൻസ് ഇൻ ദ സ്റ്റോറി? ഇതിൽ ചിയേർഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈ ഒരു കഥയിൽ എന്താണ്? എ ഷൗട്ടഡ് ഹാപ്പിലി, ബി ഹാംഗ്രി, സി ക്രൈഡ്, ഡി ക്ലാപ്ഡ്. ഏതാണ്? ഓപ്ഷൻ എ, ഷൗട്ടഡ് ഹാപ്പിലി അല്ലേ. സന്തോഷത്തോടെ നിലവിളിച്ചു, സന്തോഷത്തോടെ ചിരിച്ചു, അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്തത് ആക്ടിവിറ്റി 2 റിഡിലാണ്.
റീഡ് ദ ഗിവൺ റിഡിൽ. അപ്പോൾ ഇവിടെ ഒരു കടങ്കഥ തന്നിട്ടുണ്ട്, അത് വായിക്കാം അല്ലേ. ട്രെയിനിനെ കുറിച്ചിട്ടുള്ള ഒരു കടങ്കഥയാണ്. ഐ മൂവ് ഓൺ ട്രാക്സ്, ഐ ഡോണ്ട് ഹാവ് ഫീറ്റ്, ഐ മേക്ക് എ ലൗഡ് സൗണ്ട്, ഐ ക്യാരി പീപ്പിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ്, ഹൂ ആം ഐ? ആരാണ്? ട്രെയിനാണ് അല്ലേ. ഐ മൂവ് ഓൺ ട്രാക്സ്, ഞാൻ ട്രാക്കുകളിലൂടെയാണ് നീങ്ങുന്നത്. ഐ ഡോണ്ട് ഹാവ് ഫീറ്റ്, എനിക്ക് പക്ഷേ കാലില്ല. ഐ മേക്ക് എ ലൗഡ് സൗണ്ട്, ഞാൻ ഉച്ചത്തിലാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഐ ക്യാരി പീപ്പിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ്, ഞാൻ ആളുകളെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നു. പിന്നെ ഹൂ ആം ഐ, ഞാൻ ആരാണ്? ട്രെയിനാണ്. ഇനി ഇവിടെ ചോദ്യം തന്നിട്ടുള്ളത് നൗ റൈറ്റ് എ റിഡിൽ ടു ഗെറ്റ് ദ പിക്ചർ ആസ് ആൻസേഴ്സ്. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എഴുതണം, ഒരു റിഡിൽ എഴുതണം. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഇവിടെ തന്നിട്ടുണ്ട്, ഐ ആം നോട്ട് ദ സൺ, ഞാൻ സൂര്യനല്ല. പിന്നെ ഐ ഷൈൻ ആറ്റ്, ഞാൻ തിളങ്ങുന്നു. എപ്പോഴാ? രാത്രിയിലാണ് അല്ലേ. അതാരാണ്? ചന്ദ്രനാണ്, മൂണാണ്. അപ്പോൾ ഐ ഷൈൻ അറ്റ് നൈറ്റ്. പിന്നെ നമുക്ക് എന്തെഴുതാം? മൂണ് കാണാൻ എങ്ങനെയുണ്ട്? മൈ ഫേസ് ഈസ് ലൈക്ക് ദ ക്ലോക്ക് ഓൺ ദ വാൾ, ചുമരിലെ ക്ലോക്ക് പോലെ ഉണ്ട് അല്ലേ. പിന്നെയോ ഐ ചേഞ്ച് മൈ ഷേപ്പ് ത്രൂ ദ മന്ത്, മാസത്തിൽ ഓരോ മാസവും എൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. ഹൂ ആം ഐ, ഞാൻ ആരാണ്? മൂൺ. ഇനി ആക്ടിവിറ്റി 3 ആണ്. ലെറ്റ്സ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഹിയർ ഈസ് എ സ്റ്റോറി എബൌട്ട് എ പപ്പി, ഒരു പപ്പിയെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് താഴെ തന്നിട്ടുള്ളത്. റീഡ് ആൻഡ് കറക്റ്റ് ദ എറേഴ്സ് ഇൻ ഇറ്റ്. അപ്പോൾ ഇവിടെ കുറച്ച് തെറ്റുകളുണ്ട്. അപ്പോൾ ആ തെറ്റുകളുള്ള വാക്കുകൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മാറ്റി എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നാമത് എന്താണ്? റാണി ആൻഡ് റോഹൻ വേർ ഗുഡ് ഫ്രണ്ട്സ്. റാണിയും റോഹനും വളരെ നല്ല കൂട്ടുകാരായിരുന്നു. അപ്പോൾ എന്താണ്? റോഹൻ എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ് അല്ലേ. അപ്പോൾ ഇവിടെ സ്മോൾ ലെറ്ററിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 6 ക്യാപിറ്റൽ ലെറ്ററിൽ ആക്കുക. ദേ വേർ കം ഫ്രം ദ സ്കൂൾ സഡൻലി. പെട്ടെന്ന് തന്നെ അവർ സ്കൂളിൽ നിന്ന് വരികയാണ്. അപ്പോൾ കം എന്നുള്ളത് എന്തെഴുതാം? കമ്മിങ്. ദേ സോ ദ ക്യൂട്ട് പപ്പി. അപ്പോൾ ദ എന്നുള്ള സ്ഥലത്ത് തെറ്റുണ്ട്, ലെയർ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് വേണ്ടത്? എ ആണ് വേണ്ടത്. ദേ സോ എ ക്യൂട്ട് പപ്പി, ഒരു പപ്പിയെ കണ്ടു. ദേ ട്രൈഡ് ബൈ ടേക്ക് ദ പപ്പി ഹോം. അപ്പോൾ അവിടെ ട്രൈഡ് ബൈ അല്ലല്ലേ വരിക, ട്രൈഡ് ടു ടേക്ക് ദ പപ്പി ഹോം. പപ്പിയെ വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു. ബട്ട് ദ പപ്പി ഫാസ്റ്റ് റാൻ അവേ. അപ്പോൾ എന്താ? ഫാസ്റ്റ് റാൻ അവേ എന്നാണോ വരിക? എററല്ലേ? റാൻ ഫാസ്റ്റ് എവേ എന്നാണ് വരിക. ദൂരേക്ക് വേഗത്തിൽ ആ പപ്പി ഓടിപ്പോയി. അടുത്തത് ആക്ടിവിറ്റി 4 ആണ്. ലെറ്റ്സ് ചാറ്റ്. ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. ഹാവിൻറ്റ് യു റീഡ് ദ സ്റ്റോറി ദ ഹണി മാംഗോ ട്രീ. അപ്പോൾ നിങ്ങൾ ഹണി മാംഗോ ട്രീ എന്നുള്ള ആ ഒരു ചാപ്റ്റർ വായിച്ചിട്ടില്ലേ? ആ ഒരു കഥ വായിച്ചിട്ടില്ലേ? റഷീദ് സോ ആൻ ഓൾഡ് മാൻ ലയിങ് അണ്ടർ എ ട്രീ ഗ്രോണിങ് ഇൻ പെയിൻ. അപ്പോൾ റഷീദ് എന്താ കാണുന്നത്? ഒരു വയസ്സായ മനുഷ്യന് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വേദന കൊണ്ട് പുളയുന്നതാണ്. റഷീദ് വാണ്ടഡ് ടു ഹെൽപ്പ് ദ ഓൾഡ് മാൻ. അപ്പോൾ റഷീദ് ആ വൃദ്ധനെ സഹായിക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു റഷീദിന്. അപ്പോൾ ഹി വെൻറ്റ് ടു ദ വുമൺ ഇൻ ദ നിയർ ബൈ ഹൗസ് ടു ഗെറ്റ് സം വാട്ടർ. അപ്പോൾ വെള്ളമെടുക്കാൻ തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ പ്രിപ്പയർ ലൈക്ലി. അപ്പോൾ എന്താണ്? ഒരു സാധ്യത തയ്യാറാക്കുക. നിങ്ങൾ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ഒരു കോൺവെർസേഷൻ എഴുതുക. അപ്പോൾ റഷീദ് ആ ലേഡിയോട് ചോദിക്കുകയാണ്, ഡിയർ ലേഡി കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വുമൺ എന്താ പറയും? യെസ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, എങ്ങനെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത്? അപ്പോൾ റഷീദ് എന്താ ചോദിക്കുന്നത്? ക്യാൻ യു ഗെറ്റ് സം വാട്ടർ, അപ്പോൾ കുറച്ച് വെള്ളം തന്നാൽ മതി എന്ന്. ഇപ്പോൾ വുമൺ എന്താ പറയുക? ഓക്കെ ഐ വിൽ ബ്രിങ് ഇറ്റ്, ഇതാ ഞാനിപ്പോൾ തരാമെന്ന് പറയാണ്. അപ്പോൾ റഷീദ് എന്താ പറയുന്നത്? ഐ വാണ്ട് ടു ഗിവ് ഇറ്റ് ടു എൻ ഓൾഡ് മെൻ, ഇത് എനിക്കൊരു വയസ്സായ ഒരു വൃദ്ധന് കൊടുക്കാൻ വേണ്ടിയിട്ട്, വൃദ്ധനായ മനുഷ്യന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വുമൺ പറയാണ് ഇറ്റ്സ് സോ കൈൻഡ് ഓഫ് യു. അപ്പോൾ ആ വുമൺ പറയാണ് നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് എന്ന്. അടുത്ത ആക്ടിവിറ്റി 5 ആണ്. പ്ലക്കാർഡ്. ഹിയർ ആർ സം പ്ലക്കാർഡ്സ് അബൌട്ട് ഫോറസ്റ്റ് കൺസർവേഷൻ. അപ്പോൾ വനസംരക്ഷണത്തെക്കുറിച്ചിട്ടുള്ള ചില പ്ലക്കാർഡുകൾ ഇവിടെ തന്നിട്ടുണ്ട്. പ്രിപ്പയർ 2 പ്ലക്കാർഡ്സ് അബൌട്ട് വാട്ടർ കൺസർവേഷൻ ടു ഡിസ്പ്ലേ ഇറ്റ് ഇൻ യുവർ സ്കൂൾ കോമ്പൗണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിൽ പ്രദർശിപ്പിക്കുന്നതിനായിട്ടുള്ള ജലസംരക്ഷണത്തെക്കുറിച്ചുള്ള 2 പ്ലക്കാർഡുകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം വനസംരക്ഷണത്തിനെ കുറിച്ചിട്ടുള്ളത് നോക്കാം. ഡോണ്ട് കട്ട് ട്രീസ്, മരങ്ങൾ വെട്ടി
മുറിക്കരുത്. പിന്നെ സേവ് ട്രീസ്, മരങ്ങൾ സംരക്ഷിക്കുക. ഇനി വാട്ടർ കൺസർവേഷനെ കുറിച്ചിട്ട് നമുക്ക് എന്തെഴുതാം? സേവ് വാട്ടർ, സേവ് ലൈഫ്. പിന്നെയോ നോ വാട്ടർ, നോ ലൈഫ്, വെള്ളമില്ലാതെ ജീവിതമില്ല. നെക്സ്റ്റ് ആക്ടിവിറ്റി ന്യൂസ് റിപ്പോർട്ടാണ്. യു ഹാവ് റീഡ് ദ സ്റ്റോറി ഓഫ് എ യങ് ഗേൾ ആര്യ. അപ്പോൾ ആര്യ എന്ന പെൺകുട്ടിയുടെ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഷീ ബിക്കെയിം എ ഫൈറ്റർ പൈലറ്റ്. അവൾ ആരാണ്? അവളൊരു യുദ്ധവിമാന പൈലറ്റാണ്. The people of Darboli village honored Arya for her great achievement. അപ്പോൾ ആര്യയുടെ മഹത്തായ നേട്ടത്തിന് ഡർബോലി ഗ്രാമത്തിലെ ജനങ്ങൾ അവളെ ആദരിക്കുകയാണ്. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ഓൺ ദിസ് ഇവൻറ്റ്. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ഒരു വാർത്താ റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് ഹിൻസൊക്കെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇവൻറ്റ് ഹോണറിങ് ആര്യ അല്ലേ, ആര്യ ആദരിക്കലാണ്. ഡേറ്റ് തന്നിട്ടുണ്ട്, വെന്യൂ തന്നിട്ടുണ്ട്, ചീഫ് ഗസ്റ്റിൻ്റെ പേരും തന്നിട്ടുണ്ട്. ചീഫ് ഗസ്റ്റ് ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടറാണ് അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് എഴുതാം ഹോണറിങ് ആര്യ ദ ഫൈറ്റർ പൈലറ്റ്. ഡർബോലി ആര്യ വാസ് ഹോണേർഡ് ബൈ പീപ്പിൾ ഇൻ ഹെർ വില്ലേജ് ആസ് ഷീ ഈസ് എ ഫൈറ്റർ പൈലറ്റ് നൗ. ഇപ്പോൾ യുദ്ധവിമാന പൈലറ്റായ ആര്യയെ ഗ്രാമത്തിലെ ജനങ്ങൾ ആദരിച്ചു. The event was organized in the ഡർബോലി പഞ്ചായത്ത് ഓഡിറ്റോറിയം. ഡർബോലി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദ ചീഫ് ഗസ്റ്റ് വാസ് മിസ്റ്റർ നിതിൻ ശ്രാവൺ, ദ ഡിസ്ട്രിക്ട് കളക്ടർ. അപ്പോൾ അതിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ജില്ലാ കളക്ടറായിട്ടുള്ള നിതിൻ ശ്രാവൺ ആയിരുന്നു. ആര്യ വിൽ ബി എ മോട്ടിവേഷൻ ഫോർ തൗസൻഡ്സ് ഓഫ് ഗേൾസ് അക്രോസ് ഇന്ത്യ. ആര്യ ഇന്ത്യയിലുടനീളമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് ഒരു പ്രചോദനമായിരിക്കും. അടുത്തത് ആക്ടിവിറ്റി 7 അനൗൺസ്മെൻ്റ് ആണ്. ഹിയർ ഈസ് എ ലെറ്റർ ഫ്രം ദ പ്രസിഡൻറ്റ് ഓഫ് കെനിയ ടു റെബേക്ക അബൌട്ട് ഹിസ് വിസിറ്റ് ടു ഹെർ സ്കൂൾ. റീഡ് ദ ലെറ്റർ ആൻഡ് പ്രിപ്പയർ എൻ അനൗൺസ്മെൻറ്റ് അബൌട്ട് ദ വിസിറ്റ്. അപ്പോൾ റെബേക്കയുടെ സ്കൂൾ സന്ദർശനത്തെക്കുറിച്ച് കെനിയൻ പ്രസിഡൻ്റ് അയച്ച കത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കത്ത് വായിച്ചിട്ട് സന്ദർശനത്തെക്കുറിച്ചിട്ടുള്ള അറിയിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഇവിടെ എന്താണ്? നൈറോബി സ്ഥലം തന്നിട്ടുണ്ട്, ഡേറ്റ് തന്നിട്ടുണ്ട്, ഡിയർ റെബേക്ക, പ്രിയ റെബേക്ക തന്നിട്ടുണ്ട്. പിന്നെയോ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് യു ഫോർ യുവർ ഔട്ട്സ്റ്റാൻഡിങ് എഫേർട്സ് ഇൻ സേവിങ് നാച്ചർ. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള നിങ്ങളുടെ മികച്ച പരിശ്രമങ്ങൾക്ക് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ആം വിസിറ്റിംഗ് യുവർ സ്കൂൾ ഓൺ January 26, 2025 ടു അപ്രിഷ്യേറ്റ് യു ആൻഡ് യുവർ സ്കൂൾ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിനെയും അഭിനന്ദിക്കാൻ 2025 ജനുവരി 26 സ്കൂളിലേക്ക് ഞാൻ വരുന്നുണ്ട് എന്ന് എഴുതിയിട്ടുള്ള ഒരു കത്താണ്. ആരാണ് എഴുതിയിട്ടുള്ളത്? പ്രസിഡൻറ്റ്, കെനിയയിലെ പ്രസിഡൻ്റാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ ചെയ്യേണ്ടത്? ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. Dear students, the President of Kenya will be visiting our school on January 26, 2025 to appreciate the efforts of Rebecca to save the environment by planting trees. മരങ്ങൾ നനച്ച് പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള റബേക്കയുടെ ശ്രമങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് കെനിയയുടെ പ്രസിഡൻറ്റ് 2025 ജനുവരി 26 നമ്മുടെ സ്കൂള് സന്ദർശിക്കും. The program will be held in the school auditorium at 10:30 AM. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10:30 പരിപാടി. എവ്രിബഡി ഷുഡ് അറ്റൻഡ് ദ ഫംഗ്ഷൻ വിത്തൗട്ട് ഫെയിൽ. അപ്പോൾ എന്താണ്? പരിപാടിയിൽ, ചടങ്ങിൽ എല്ലാവരും മുടങ്ങാതെ പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പാൾ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ എല്ലാവരും എഴുതിയത് ശരിയാണോ നോക്കുക, ശരിയല്ലാത്തവർ അതൊക്കെ നന്നായിട്ട് എഴുതുക കേട്ടോ. അപ്പം മറ്റ് സബ്ജക്റ്റുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ സ്റ്റഡി ടൈം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.